ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ലേക്ക് മുഗേറയിലാണ് കേട്ടോ പോകാൻ പോകുന്നത്. നമ്മൾ നേരെ ഷീല പാർക്കിലോട്ട് പോവാണ്. അവിടെ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടാണ് നമ്മൾ പോകുന്നത്. സോ ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ഫൈനലി ഷീല പാർക്കിൽ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് നിയർലി ഒരു 20-25 മിനിറ്റ്സ്. ട്രാഫിക്കൊക്കെ ഇല്ലെങ്കിൽ അത്ര മതി. അവിടെ ചെന്ന ഉടനെ ശിവയും എൻ്റെ ഹസ്ബൻഡും കൂടി വാൾപ്പയറ്റാണ്. ഇത് ആക്ച്വലി റബ്ബറിൻ്റെ ആണ് കേട്ടോ. ഒറിജിനൽ പല വാളുകൾ അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് അവരുടെ വീട്ടിൽ. ആക്ച്വലി ഈ നേരത്തെ പറഞ്ഞ ആ ഡയലോഗ് ഒന്ന് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ് പറയാനുള്ളൂ. കത്തനാരല്ല, മെട്രിക്സിലുള്ളതാണ്. നമ്മൾ പോവാണ്. സോ നമ്മൾ രണ്ടുപേരും ബാക്കിലിരുത്തി, അവർ രണ്ടുപേരും ഫ്രണ്ടിലിരിക്കുകയാണ്. അവർ കപ്പിൾസ്, നമ്മൾ കപ്പിൾസ്. ആ മുഖത്ത് ആ സന്തോഷം നിങ്ങളൊന്ന് കാണും. ഊക്കണയാണല്ലോ. അന്ന് നമ്മൾ തിരിഞ്ഞു നടന്നു പോയപ്പോഴത്തേക്ക് അതിന് ട്രോൾ ഉണ്ടാക്കി. നമ്മൾ പിക്നിക്കിന് പോകാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡി ആയിരുന്നു. പക്ഷേ പിക്നിക് എന്ന് പറഞ്ഞാൽ നമ്മൾ തറയിലൊരു മാറ്റ് വിരിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മാറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റില്ല. നമ്മളെ വീട്ടിലില്ലായിരുന്നു, അവരുടെ വീട്ടിലില്ലായിരുന്നു. ലാസ്റ്റ് നമ്മൾ കടയിൽ നിർത്തി. ഫൈനലി നമുക്കൊരു ടേബിൾ ക്ലോത്ത് കിട്ടി കേട്ടോ. അതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം പോകുന്ന വഴിക്ക് ഒരു കടയോ ഒന്നുമില്ല, ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ നോക്കിയപ്പോൾ നല്ല കാറ്റൊക്കെ വീശുന്ന കണ്ട് കുറച്ച് മുടിയൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് തലയൊക്കെ പുറത്തിട്ട് ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ എടുത്ത് വെച്ച് സ്വയം സന്തോഷം കണ്ടെത്തുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയെല്ലാം അടിപൊളി സ്ഥലങ്ങളായിരുന്നു കേട്ടോ. ഫുള്ള് പച്ചപ്പ്, ഹരിതാപം, അങ്ങനത്തെ സാധനങ്ങളാണ്. നമ്മൾ താമസിക്കുന്ന അവിടെ ഉണ്ടല്ലോ, അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ പച്ചപ്പല്ല, അവിടെ മൊത്തം ഒരു നരച്ച പച്ചയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പുതുമയാണ് ഇപ്പോൾ കാണുമ്പോൾ ഇതൊക്കെ. അങ്ങനെ ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ യാത്ര ചെയ്ത് ഒരു വഴിയായി. അവസാനം ഞാൻ ഒരു ഐഡിയ പറഞ്ഞു, ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് നിർത്താം, ഏതെങ്കിലും ഒരു പിക്നിക് സ്പോട്ടിൽ നിർത്താമെന്ന് വിചാരിച്ചേട്ടാ. കണ്ടോ, എന്നെ കണ്ടില്ല, ഞാൻ ഡെഡാണ്, എനിക്ക് എനർജി ഇല്ല. അങ്ങനെ അവസാനം പോകുന്ന വഴിക്ക് നമ്മൾ വേറൊരു സ്ഥലം നോക്കി അവിടെ കണ്ടുപിടിച്ചു. കാരണം ഇനിയും 1 hour മൊത്തം നമ്മൾ ട്രാവൽ ചെയ്തു ഓൾറെഡി. സോ ഇനി അടുത്തൊരു 1 hour കൂടെ ഉണ്ട്. അതും കൂടെ ട്രാവൽ ചെയ്യാൻ എനിക്ക് വയ്യ. കാരണം റോഡ് മൊത്തം ഫുള്ള് വളവായിരുന്നു. അങ്ങനെ നമ്മുടെ ഹസ്ബൻഡൊക്കെ കൂടെ നമ്മളൊരു പിക്നിക് സ്പോട്ട് കണ്ടുപിടിച്ചു. ലേക്ക് വയർലോങ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കണ്ടുപിടിച്ച്. നോക്കിയപ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ ആ സ്ഥലത്തോട്ട് പോകാന്ന് വിചാരിച്ചു. നമ്മൾ രണ്ടുപേരും ഡെഡായി. ഒരു കുറെ ഉറക്കൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മളുടെ പ്ലാൻ മാറ്റി. നമ്മൾ മൂഗ്ര ലേക്കിലല്ല പോകുന്നത്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഏതോ ഒരു വഴി കണ്ട ലേക്കിലാണ് നമ്മൾ പോവാൻ പോകുന്നത്. കാരണം തളർന്നതാ നമ്മള്. ഇനി ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് അവിടെ എത്താൻ. ഇപ്പൊ തന്നെ മണിക്കൂറുകളായിട്ട് യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. പയ്യ. പക്ഷെ പൊളി വ്യൂ കേട്ടോ, പൊളി വ്യൂസ് സാധനങ്ങളൊക്കെ. പക്ഷെ എല്ലാം കൂടെ ക്യാപ്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഫോൺ താഴെ വയ്ക്കുമ്പോ അപ്പോഴും അടുത്ത വ്യൂ. ഫൈനലി നമ്മൾ എത്താറായി വരികയാണ് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ മിക്ക സമയം ഉറക്കമായിരുന്നു. അങ്ങനെ നമ്മൾ സ്ഥലം എത്തി. നമ്മളിങ്ങനെ എൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു ലേക്കായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട്. സോ ഒരു വെയിലുണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് മാറുമെന്ന് അറിയായിരുന്നു കേട്ടോ. കാരണം ഇവിടെ നേരത്തെ ഇപ്പോൾ ഇരുട്ടാറുണ്ട്. സോ അടിപൊളി വ്യൂവും കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മൾ മാറ്റും കാര്യങ്ങളും, മാറ്റല്ല ടേബിൾ ക്ലോത്ത്, നമ്മൾ മാറ്റെന്ന് വിളിക്കാം, അതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഏരിയ നോക്കുമായിരുന്നു. കാരണം ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടേ നമ്മളിത് വയ്ക്കുമ്പോൾ അതെല്ലാം വീണ് പോകാൻ ചാൻസ് ഉണ്ട്. സോ നല്ലൊരു ഏരിയ ആദ്യം നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളുടെ സാധനങ്ങളെല്ലാം കൂടി ഈ ഒരു സ്ഥലത്തോട്ട് കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ ഭർത്താക്കന്മാരൊക്കെ ആ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയിട്ടോ. നമ്മളെ കൊണ്ട് പറ്റത്തില്ല, കാരണം നല്ല വെയിറ്റ് ഉണ്ട്. അത് മാത്രമല്ല അതിങ്ങനെ സ്ലൈഡായി കിടക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ പിന്നെ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ കൂടെ ഞാനിങ്ങനെ സീനറിയൊക്കെ കാണിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ വെയിലടിക്കുന്ന കാരണം നേരെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ മാറ്റൊക്കെ വിരിച്ചു, അതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത്. നമ്മളിത് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പിക്നിക്കിനൊക്കെ പോകുന്നത്. സോ നമുക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിലും സംഭവം കിട്ടലുമായിട്ട് അവസാനം വന്ന്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു പിക്നിക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്നും സെറ്റാക്കും കേട്ടോ. കാരണം ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട് എന്തൊക്കെ വേണമെന്ന്. ഇത് ശിവ ഉണ്ടാക്കിയ ഫ്രഞ്ച് ടോസ്റ്റ്, ഇത് ഞാനുണ്ടാക്കിയ മുട്ട പപ്സ്. ശിവ ഫ്രഞ്ച് ടോസ്റ്റ് സെറ്റ് ആക്കാൻ പോവാണ്. ഓക്കെ. So usually I put banana. Okay. Cut banana.
ബനാന കട്ടിയ നൈഫ് വല്ലതും ഉണ്ടോ നിങ്ങൾ ആരെയും കയ്യിൽ? ഇല്ല. അപ്പൊ ഇനി അടുത്ത പിക്നിക്കിൽ നമ്മൾ നൈഫ് കൊണ്ടുവരണം. കാരണം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് പക്ഷെ കട്ട് ശിവയുടെ മുഖം പച്ച കളറായി പോയി. ഈ സൺലൈറ്റ് അടിക്കുന്നുണ്ട് ഈ ഫോട്ടോയ്ക്കൊക്കെ ഒരു ഗ്ലെയർ വീഴുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യൂട്ട്നെസ് ഒക്കെ വാരി അറിയാൻ നോക്കുന്നുണ്ട്. കാരണം പോസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ പോസ് ചെയ്യുമ്പോൾ നല്ലൊരു പിക്ക് കിട്ടാറുണ്ട്. അതിനിടയിൽ ഞാൻ ക്യൂട്ട്നെസ് ഒക്കെ അറിയുന്നുണ്ട്. പിന്നെ സമയമില്ല, കാരണം ഇതെല്ലാം സെറ്റ് ചെയ്യണം. ഇരുട്ടുന്നതിന് മുമ്പ് ഇതൊക്കെ കഴിക്കണമല്ലോ, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, കുറേ പരിപാടികളുണ്ട്. പിന്നെ ശിവ ഇവിടെ ഫ്രഞ്ച് ടോസ്റ്റ് സെറ്റ് ചെയ്യാണ് കേട്ടോ. ശിവയുടെ ഫ്രഞ്ച് ടോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഫ്രഞ്ച് ടോസ്റ്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ശിവ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയത് തന്നെ. അപ്പോൾ ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ ഒഴിച്ചത്. നമ്മൾ ആദ്യം അത് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതിനകത്ത് നമ്മൾ പഴം വെക്കും. ആക്ച്വലി നൈസായി ഇത് കട്ട് ചെയ്ത് വെക്കണം. നമ്മളതിൽ പറ്റത്തോളം നമ്മളിങ്ങനെ പിച്ചി വെച്ച് അതിൻ്റെ മണ്ടിലേക്ക് കൂടെ നമ്മൾക്ക് ഹണി ഒഴിക്കാം. ഹണിയും കൂടെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് വേണം കഴിക്കാൻ. പക്ഷെ നമ്മൾ സ്പൂൺ എടുത്തില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സമയത്ത് പോകുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കഴിക്കാൻ തുടങ്ങി. നമ്മൾ ഫൈനലി ഏകദേശം എല്ലാ ഫുഡും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പയ്യെ എണീക്കാൻ പോയാട്ടോ. കാരണം സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ട് തന്നെ കണ്ണകത്തോട്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ വീഡിയോയ്ക്ക് ഓരോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സൈഡിൽ കൂടെ അമലായിരുന്നു ശിവാനിയും കൂടെ നടന്നു വരുന്നത് സത്യം പറഞ്ഞാൽ പിന്നെയാണ് കേട്ടോ കണ്ടത്. എൻ്റെ പിറകെ നോക്കി നിങ്ങൾക്ക് കാണാൻ കുറേ പേര് മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ വിനോദമാണ് കേട്ടോ മീൻ പിടിക്കുക എന്ന് വെച്ചാൽ. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഒരു ബോട്ടൊക്കെ. അപ്പോൾ ഇവരും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെ തന്നെ നമുക്കും മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ആക്ച്വലി ഒരു കുഞ്ഞു പൂവ് ഉണ്ടായിരുന്നേ. ആ പൂവ് ഞാൻ എടുത്ത് പിച്ച് ബാഗിനകത്തിട്ട്. കാരണം അതേ സെയിം പൂവ് ഞാൻ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ പൂ കരിഞ്ഞു, ഞാൻ ഫോട്ടോ എടുക്കാൻ കൊണ്ടുവന്നു. വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടത് ഞാൻ കണ്ടതോലും ഇല്ലായിരുന്നു. ഇതൊക്കെ എപ്പോഴും ഞാൻ വണ്ടി എടുത്ത സമയത്താ അപ്പുറത്തെ വീട്ടിലെ മറ്റേ അല്ലേ നമ്മളെ വീട്ടിലെ പുല്ല് കിളുത്തു. ഓഹോ, ഇതെന്താ നാട്ടിലെ പൂവിന് എന്തോ പറയും, എന്താ 4 മണി പൂ എന്താ പറയാ, 10 മണിപ്പൂ 4 മണി അങ്ങനെ എന്തോ എട്ടടിക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ തന്നെ വൈബും ടോട്ടലി ചേഞ്ച് ആയിട്ടോ. ആദ്യമേ നല്ല വൈബുള്ള സ്ഥലമായിരുന്നു. പക്ഷേ അധികം സൂര്യപ്രകാശമൊന്നും അടിക്കാണ്ടിരുന്നപ്പോഴത്തേക്കും നല്ലൊരു ഭംഗി. അതിൻ്റെ കൂടെ ആ വെള്ളത്തിൻ്റെ ശബ്ദവും അതും ഒരുപാട് പേരും അപ്പോഴും പോയേട്ടാ. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇനി ഭയങ്കര തണുപ്പാണ്, മിക്കവരും പോയി. സോ ഇവിടെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടോ. ഒരുപാട് സമയമൊന്നും ആയില്ല, 5 മണിയങ്ങാണ്ടേ ആയുള്ളൂ. പക്ഷേ നല്ല ഇരുട്ട് വീണ്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന അത്ര വെട്ടം പോലും ആക്ച്വലി ഇല്ല. നമ്മൾ പിക്നിക് സ്പോട്ട് ബാക്കിൽ ആ ഒരു നീല കളർ കാണുന്നില്ല, അവിടെയാണ്. നമ്മളിനി ഇവിടെ നിന്ന് കയറാം. പിന്നെ ഇവിടെ നിന്ന് ആക്ച്വലി വരാൻ തോന്നുന്നില്ല, കാരണം അടിപൊളി സ്ഥലം കേട്ടോ. നമ്മൾ ആക്ച്വലി പ്ലാൻ വേറെ ആയിരുന്നെങ്കിലും വന്ന സ്ഥലം കിട്ടില്ലായിരുന്നു. നല്ല വൈബായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം കേട്ടോ. കാരണം ഇവിടെ ക്യാമ്പിങ് കൾച്ചറൊക്കെ ഒരുപാടുണ്ട്. സോ നമുക്ക് ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ക്യാമ്പൊക്കെ ചെയ്യാമായിരുന്നു. കാരണം ഇവിടെ ഒരുപാട് പേര് അങ്ങനെ ചെയ്ത് വരുന്നവരുണ്ട്. ബാക്കിലൊക്കെ ഉണ്ടല്ലോ അവർക്ക് ടെൻറ്റ് പോലെ സാധനം. സോ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ആദ്യം വന്നിരുന്ന സ്ഥലത്തുണ്ടല്ലോ, നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന സ്ഥലത്ത് അവിടെ ഒരു ലാവൻഡർ ഫാമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോകണമെന്നൊക്കെ വിചാരിച്ച്. സത്യം പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ, ക്യാമറയിൽ എത്രത്തോളം അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ വീഡിയോയിലൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കണ്ട ആ ഒരു ഭംഗിയുടെ അത്ര ഇതിനകത്ത് കണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം നേരിട്ട് കാണാൻ അത്ര കിടിലം സ്പോട്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ആദ്യമാണ് പോകുന്നത്. അതും ഭയങ്കര പീസായിരുന്നു, ആരും ഇല്ലായിരുന്നു അധികം. അത് കഴിഞ്ഞ് രാത്രി വരെ നമ്മളവിടെ ഇരുന്ന് കേട്ടോ, നല്ല തണുപ്പാവുന്നവരെ ഇരുന്ന്. അപ്പോൾ ഒരു ആൽബർട്ട് റോസ് ഇങ്ങനെ പോകുന്ന കണ്ടതാണ്. അതിനുശേഷം നമ്മൾ പിന്നെ അമൽച്ചേട്ടൻ്റെയും ശിവാനിൻ്റെയും വീട്ടിലെത്തി. അവിടെ നിന്ന് ഞാൻ ഒരു കട്ടൻ ചായ കുടിച്ചു. ശിവാനി തന്ന ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇരിക്കുകയായിരുന്നു. എൻ്റെ മുഖം കണ്ടാലറിയാം ഞാൻ ഏകദേശം ടയേർഡായിട്ട് ഇരിക്കുകയാണ്. രാവിലെ കണ്ട ആ ഒരു ഓജസ്സും തേജസ്സും ഒന്നും എനിക്കിപ്പോൾ ഇല്ല. കാരണം ഞാൻ നല്ല രീതിയിൽ ടയേർഡായിരുന്നു. അതിന് ശേഷം ശിവാനി അതേപോലെ തന്നെ എൻ്റെ മുഖം കാണുമ്പോഴേ അറിയല്ലേ
പിന്നെ പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും എവിടെ നിന്ന് ഇത്ര എനർജി എന്ന് ഞാൻ ആലോചിക്കുന്നത്. ശിവയും ഞാനൊക്കെ ചത്തിരിക്കായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ രണ്ടുപേരെയും മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. ചേച്ചി നമ്മൾ വീട്ടിലെത്തി. എന്റെ കോലം കണ്ടാ അറിയാം. പോയ രീതിയിലല്ല തിരിച്ചു വന്നേക്കുന്നത്. കാരണം അത്രയ്ക്കും യാത്രയായിരുന്നു. ലോങ് ഡേ ആണ്, ലോങ് ഡ്രൈവ് ആയിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും നേരം നമ്മളെ ഫ്രണ്ട്സിന്റെ വീട്ടിലായിരുന്നു കേട്ടോ. അവിടുത്തെ കുറച്ചു നേരം ഗെയിമൊക്കെ കളിച്ച് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് പയ്യെയാണ് ഇറങ്ങിയത്. പിന്നെ ഒടുക്കത്തെ തണുപ്പാണ്. പിന്നെ റൂമിൽ വന്നിട്ട് ഹീറ്ററൊക്കെ ഇട്ടിരുന്നപ്പോ പിന്നെ സീനില്ല. അപ്പൊ ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ. ഒരുപാട് ക്ഷീണിച്ചേട്ടോ. നമ്മൾ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. പോയ രീതിയിലേ അല്ല തിരിച്ചു വന്നത്. പക്ഷെ ആ സ്പോട്ടിൽ ഇരുന്ന സമയത്ത് ക്ഷീണം ഒന്നും ഫീൽ ചെയ്തില്ല. തിരിച്ച് വീട്ടിൽ വന്നപ്പം എല്ലാവരും ഡെഡ് ആണ്. ഇനിയിപ്പം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.